ലോക്സഭയിൽ നിന്ന് അയോഗ്യനാക്കിയതിനെ തുടർന്ന് കഴിഞ്ഞ വർഷം ഔദ്യോഗിക വസതി ഒഴിയേണ്ടി വന്ന രാഹുൽ ഗാന്ധിക്ക് പുതിയ ഔദ്യോഗിക വസതി റെഡിയായോ? സുനേരി ബാഗ് റോഡിലെ 5-ാം നമ്പർ ബംഗ്ലാവിലേക്ക് രാഹുൽ ഗാന്ധി താമസം മാറ്റുമോ? ലോക്സഭാ പ്രതിപക്ഷ നേതാവിന് ഔദ്യോഗിക വസതി നിർദ്ദേശിച്ചത് പാർലമെന്റിന്റെ ഹൗസ് കമ്മിറ്റിയാണ്. എന്നാൽ രാഹുൽ ഇവിടേക്ക് താമസം മാറുമോ എന്നതിൽ തീരുമാനമായിട്ടില്ല. രാഹുലിന്റെ സഹോദരിയും AICC ജനറൽ സെക്രട്ടറിയുമായ പ്രിയങ്ക ഗാന്ധി കഴിഞ്ഞ ദിവസം വീടും പരിസരവും നോക്കാൻ എത്തിയതോടെയാണ് അഭ്യൂഹങ്ങൾ ശക്തമായത്. രാഹുലിന്റെ തീരുമാനം അറിഞ്ഞ ശേഷമേ വസതി സ്ഥിരീകരിക്കൂ. ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ ക്യാബിനറ്റ് മന്ത്രിമാർക്ക് നൽകുന്നതിന് തുല്യമായ വസതിക്ക്, അതായത് ടൈപ്പ് 8 വസതിക്ക് രാഹുലിനും അർഹതയുണ്ട്. ക്യാബിനറ്റ് മന്ത്രിമാർ, സുപ്രീം കോടതിയിലെയും ഡൽഹി ഹൈക്കോടതിയിലെയും ജഡ്ജിമാർ, സഹമന്ത്രിമാർ, പ്രധാന സെക്രട്ടറിമാർ എന്നിവർക്ക് നൽകുന്നതാണ് ടൈപ്പ് 8 ബംഗ്ലാവ്. 22 അക്ബർ റോഡ്, 7 സഫർജംഗ് റോഡിലെ വസതികളായിരുന്നു രാഹുൽ ആവശ്യപ്പെട്ടിരുന്നതെന്നാണ് വിവരം. എന്നാൽ അനുരാഗ് ഠാക്കൂറും രാംമോഹൻ നായിഡുവുമാണ് ഈ വസതികളിൽ കഴിയുന്നത്. ഇതോടെയാണ് സുനേരി ബാഗ് റോഡിലെ വസതി രാഹുലിന് വാഗ്ദാനം ചെയ്തത്. ഇവിടെ രാഹുൽ ഗാന്ധി താമസിച്ചാൽ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് രാഹുലിന്റെ അയൽക്കാരിൽ ഒരാളായിരിക്കും. കർണാടകയിൽ നിന്നുള്ള BJP നേതാവായ A നാരായണസ്വാമിയാണ് നേരത്തെ സുൻഹേരി ബാഗിലെ വസതി ഉപയോഗിച്ചിരുന്നത്. 2021 മുതൽ 24 കാലത്ത് സാമൂഹ്യനീതി വകുപ്പ് സഹമന്ത്രിയായിരുന്ന അദ്ദേഹം ഇക്കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തോറ്റിരുന്നു. ഇതോടെയാണ് വസതി ഒഴിഞ്ഞത്. 2004 ആദ്യമായി ലോക്സഭയിൽ എത്തിയത് മുതൽ 19 വർഷമായി 12 തുഗ്ലക് ലൈനിലെ ബംഗ്ലാവാണ് രാഹുലിന്റെ ഔദ്യോഗിക വസതി. എന്നാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ നടത്തിയ പരാമർശവുമായി ബന്ധപ്പെട്ട അപകീർത്തി കേസിൽ ശിക്ഷിക്കപ്പെട്ടതോടെ രാഹുലിന് ഇത് ഒഴിയേണ്ടി വന്നു. സുപ്രീം കോടതി ശിക്ഷ സ്റ്റേ ചെയ്തതോടെ ലോക്സഭാംഗത്വം പുനഃസ്ഥാപിക്കുകയും വസതി വീണ്ടും അനുവദിക്കുകയും ചെയ്തു. എന്നാൽ 19 വർഷത്തോളം താമസിച്ച ആ ബംഗ്ലാവിലേക്ക് തിരികെ ചെല്ലാൻ രാഹുൽ തയ്യാറായില്ല. തുഗ്ലക് ലൈനിലെ വീട് ഒഴിഞ്ഞതു മുതൽ ജൻപദിലെ 10-ാം നമ്പർ വസതിയിൽ അമ്മ സോണിയാഗാന്ധിക്കൊപ്പമാണ് രാഹുലിന്റെ താമസം. ഡൽഹി 24 അക്ബർ റോഡിൽ കോൺഗ്രസ് ഓഫീസിനോട് ചേർന്നുള്ള വീടാണ് 10 ജൻപദ്.